ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു, പല മുഖങ്ങളിലെ കാണാം. എങ്കിലും സഭയുടെ ഒരു പ്രത്യേകതയാണ് ഇന്ന് സംഘടനാ സെക്രട്ടറിമാരെയും സഭയിൽ സ്വമേധ ശുശ്രൂഷ ചെയ്യുകയും ആദരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് തോന്നും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. എങ്കിൽ തന്നെയും ഒരു വർഷം സംഘടനയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. അതുപോലെ തന്നെ സഭയുടെ സേവനമായി സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. എങ്കിൽ തന്നെയും പ്രത്യേകിച്ച് സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജപരാജൻ പറഞ്ഞ ഒരു ചെറിയ വാക്കുകൂടെ ഞാൻ കടമെടുക്കുന്നു. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് വാട്സാപ്പിൽ നിന്ന് എഴുതി നമുക്ക് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ ജോലിയാണ്. ഉറങ്ങാതെ ഇരുന്ന് ഒരു മണിയാകുമ്പോൾ വാട്സാപ്പ് എടുത്ത് വെച്ചിട്ട് രണ്ട് വാക്ക്. കൊടുക്കോളം സഭയിലിരിക്കുന്ന മിസ്സി ജമാനച്ചൻ പള്ളിയിൽ സഭയിൽ തന്നെ 5 വർഷം ശുശ്രൂഷ ചെയ്ത് വളരെ മനോഹരമായ ആരാധനയിലായാലും നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സുദീർഘമായ സേവനം അനുഷ്ഠിച്ചാണ് കോട്ടക്കോളം സഭയിലോട്ട് കടന്നു വന്നത്. ഇന്നും അവർ പണിക്കാർ വീണ്ടും വിളിക്കാൻ അച്ഛ ഒരു ടേണോടെ വീണ്ടും വരണമെന്ന്. ചാല പള്ളിയിൽ അച്ഛൻ 5 വർഷം ശുശ്രൂഷ ചെയ്തു. അവരും വീണ്ടും ക്ഷണിക്കുകയാണ് അച്ഛൻ ഒരിക്കൽ കൂടെ വരണമെന്ന്. ഏത് സഭയിൽ പോയാലും അശ്രാന്ത പരിശ്രമം, ആരാധന, വിസിറ്റ്, മറ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും നിർമ്മാണം വളരെ താല്പര്യത്തോടെ അച്ഛൻ പ്രവർത്തിച്ചു വരുന്നു. എങ്കിൽ തന്നെയും പണ്ഡിതന്മാരായ ചിലർ വീട്ടിലിരുന്ന് അച്ഛനതിൽ ഇങ്ങനെ വാട്സാപ്പിലൊക്കെ എഴുതി വിടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വളരെ വേദനിക്കാറുണ്ട്. CSI സഭയ്ക്ക് ഒരു ചട്ടക്കൂടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ സഭയിൽ ഒരു എന്ത് കാര്യത്തിൽ സജീവ അംഗങ്ങൾ സഭയിൽ അംഗങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ 25 വർഷം മുമ്പ് കോട്ടക്കോളം പള്ളിയിൽ അംഗമായിരുന്നു, അല്ലെങ്കിൽ നിലമാമ്പുഴ സഭയിലായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ സമയവും എൻ്റെ സമ്പത്തുമെല്ലാം മറ്റു ആലയങ്ങളിൽ ചെലവഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ചടങ്ങ് വരുമ്പോൾ പിന്നെ അതിന് പോവുക, അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പള്ളിയിൽ പോകുന്നില്ലായിരിക്കും, പല സ്ഥലത്ത് പോയില്ലായിരിക്കും. എങ്കിലും ഒരു ആവശ്യം വന്നാൽ അച്ഛൻ്റെ സേവനം, കമ്മിറ്റിയുടെ സേവനമുണ്ടെങ്കിൽ വിളിച്ചു പറയേണ്ട ഒരു മനസ്സ് ആ വീട്ടിലുള്ളവർ കാണിക്കണം. അല്ലാതെ അവിടെ ചെന്ന് ഞാൻ ഈ ശുശ്രൂഷ നടത്തിക്കൊള്ളട്ടെ എന്ന് ചോദിക്കേണ്ട ഗതികേട് ഒരു CSI സഭയിലെ ഒരു സഭാ ശുശ്രൂഷ സഭാ കമ്മിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമുള്ള കാര്യം. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് വാട്സാപ്പ് എഴുതാൻ വേണ്ടി കുറച്ച് പേരുണ്ട്. അതിന് കുറ്റമില്ല, അതിൽ അവരുടെ ഒരു സന്തോഷം കണ്ടെത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആർക്കും കുറ്റം കിട്ടും. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റിസ് സത്യദാസ് അച്ഛൻ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചു. അപ്പോഴുള്ള സഭാ കമ്മിറ്റിയുമായി ഇടുക്കി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴേക്കും USL വന്നു. അച്ഛൻ ഇന്നലെ മഹായുടെ ഒരു ഇലക്ഷൻ വോട്ടിടാൻ പോയിട്ടില്ല. ആരും ഒരു ഗ്രൂപ്പ് നേതാക്കളുടെ വീട്ടിൽ പോയിട്ടില്ല. സത്യസ്വത്രമാണ്. എവിടെ വന്നാലും ഞാൻ ഇവിടെ തന്നെ നടന്നിട്ടുണ്ട്. അച്ഛനെതിരെ വാട്സാപ്പിൽ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ ദൈവം സഹിക്കില്ല, എടാ പോടാന്ന് കണ്ടിക്കുന്നത്. പിന്നെ എനിക്കിത് ജന്മസിദ്ധമാണ്, എനിക്കിതിനകത്ത് പറയാൻ നിങ്ങളിങ്ങനെ എന്നെ കുറിച്ച് 2 വാക്ക് എഴുതുന്നത് ഞാൻ സന്തോഷിക്കും. കാരണം അപ്പോൾ അത് അപ്പോഴേ നിങ്ങൾ ഓർമ്മിച്ചല്ലോ. ഇടയ്ക്കൊരു ബംഗാളിയെ വളരെ വാട്സാപ്പിട്ട് ജയാളികളുടെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷം. അത്രയെങ്കിലും അവൻ ചിന്തിക്കാൻ, ഏതെന്ന വാക്ക് ചിന്തിക്കുവാൻ അവൻ്റെ മനസ്സിൽ കിട്ടുമ്പോൾ അത് പറയുമ്പോൾ ദൈവം എന്നെ വീട്ടിൽ ശോധന ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ പ്രാവശ്യം വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവം എണീറ്റ് പോയി ഇനിയുള്ള ഒരുപാട് ജോലികൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഘടനാ സെക്രട്ടറിമാരും സൺഡേ സ്കൂൾ സെക്രട്ടറിയായ ശ്രീമതി ക്രിസ്റ്റ്യൻ ചേച്ചി വളരെ സുദീർഘമായ സേവനം ഒരു വർഷം കാഴ്ചവെച്ചു. ഒരു വർഷമല്ല, വളരെ ഇത് 4 വർഷം CSI സെക്രട്ടറിയായി 3 വർഷം സേവനം അനുഷ്ഠിച്ചു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും താല്പര്യത്തോടെ പങ്കെടുക്കുന്നു. ഓരോ പ്രോഗ്രാം സംഘടിക്കാൻ നമുക്കറിയാം, അതിൻ്റെ പിന്നിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ പോകുമ്പോൾ ഒരുപാട് പേരുടെ പരാതികളും പരിഭവങ്ങളൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഏറ്റവും സ്നേഹബഹുമാനമുള്ള സൺഡേ സ്കൂൾ സെക്രട്ടറി ശ്രീമതി ക്രിസ്റ്റ്യൻ ചേച്ചിയെ സഭയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. സെക്രട്ടറി ഇന്നാളുകൾ പ്രവർത്തിക്കുന്നത് കുമാരി സുനിത ജാസ്മിനാണ്. സഭയുടെ മാത്രമല്ല ഡിസ്ട്രിക്ട് CF സെക്രട്ടറിയായി, മഹായിടവ യൂത്ത് ബോർഡ് മെമ്പറായി, EPS ഡയറക്ടറായിട്ടൊക്കെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. വളരെയധികം ത്യാഗപൂർണമായ നല്ല പ്രവർത്തനം സഭയ്ക്ക് കാഴ്ചവെച്ചു. ഇതിനു മുമ്പ് ബാലസംഖ്യ കണ്ണുകളെ പ്രവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും ഉന്നതങ്ങളിൽ പ്രവർത്തിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് സഭയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തിരുന്നു. ബാലസംഖ്യ കൺവീനറായി ഇന്നാളുകൾ പ്രവർത്തിക്കുന്നത് കുമാരി അഭിന ആണ്. ഈ വർഷം തുടക്കത്തിൽ തന്നെ ശ്രീമതി ജിൻസി രാജാന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്
തന്നെയും വിവാഹം കഴിഞ്ഞ് പോയ സാഹചര്യത്തിൽ അഭിനയ സന്തോഷത്തോടെ ഏറ്റെടുത്തു. ജിൻസിയും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുവാൻ നല്ല ത്യാഗാത്മക പ്രവർത്തനം നടത്താൻ അഭിനയിക്ക് കഴിഞ്ഞു. കുയറിൻ്റെ അക്കൗണ്ടന്റായി പ്രവർത്തിക്കുന്നു. CYFിൻ്റെ കമ്മിറ്റി അംഗമായി വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. വീണ്ടും നല്ല പ്രവർത്തന സഭയ്ക്ക് കാഴ്ചവെക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ടു. സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ശ്രീമതി ധാർമ്മിക പുഷ്പം അമറുകളാണ്. ഈ തുടർച്ചയായി കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലകൊള്ളുന്ന തുടർച്ചയായി 4ാം വർഷമാണ് വിമൻസ് സുരക്ഷിത് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. 1 വർഷം കോട്ടക്കൽ ഡിസ്ട്രിക്ട് സ്നേഹസംഘം സെക്രട്ടറിയായി പ്രവർത്തിച്ചു. സ്നേഹസംഘത്തിൻ്റെ പലവരെ പ്രാർത്ഥനയും മറ്റു ധനസഹായങ്ങളും ചെയ്തവർക്ക് മറ്റവരുടെ കൂട്ടായ്മകൾ ആരാധകർക്ക് ക്രമീകരിക്കുന്നവരുടെ താല്പര്യത്തോടെ പങ്കെടുക്കുന്നു. സഭയുടെ ഈ ശുശ്രൂഷകളിൽ ഇനിയും പങ്കാളികളാവാൻ വീണ്ടും സ്ഥാനങ്ങൾ ഉന്നത പദവികൾ അലങ്കരിക്കാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊള്ളുന്നു. കമ്മിറ്റികളായി പ്രവർത്തിക്കുന്നത് ശ്രീ പ്രതീകാണ്. ഇവരെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് വളരെയധികം മെച്ചപ്പെട്ട പ്രവർത്തനം അതിനകത്തുണ്ട്. വളരെ സ്ട്രിക്റ്റായി തന്നെ പിള്ളേരെ കൊണ്ടുവരണം. കൃത്യമായി ക്ലാസ് ചുരുങ്ങിയ സംഖ്യയുള്ളൂ. എല്ലാവർക്കും നല്ല ക്ലാസ്സുകൾ ലഭിച്ച് വളരെ നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കുന്നതിനും അവർക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ സഭയുടെ കൺവെൻഷൻ ക്രിസ്മസ് ഈവ് ചർച്ച എല്ലാ പ്രോഗ്രാമിലും ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം നമുക്ക് നൽകുന്നത് പ്രതീകിലൂടെയാണ്. ഇതിനു മുമ്പ് സംഘടനകളുടെ സജീവമായി പ്രവർത്തിച്ച് സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പ്രതീകിലെയും ഇനിയും ഉന്നതങ്ങൾ പ്രവർത്തിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊള്ളുന്നു. സഭയുടെ ബാംഗ്ലൂർ കൺവീനറായി ശ്രീ കെ സർവദാസ് പ്രവർത്തിച്ചു വരുന്നു. തുടർച്ചയായി 32 വർഷം ആയി പുള്ളി പ്രവർത്തിച്ചു വരികയാണ്. സ്വന്തമായി തന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി സഭയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു. കഴിഞ്ഞ 2 വർഷം അതെല്ലാം സഭയ്ക്ക് തന്നെ നൽകി. ആദ്യവുമില്ല, സഭയ്ക്ക് മാത്രം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ സഭ സ്ഥാപിതമായത് അഡ്ഹോc കമ്മിറ്റി അംഗം മുതൽ ഇന്ന് വരെ സഭയുടെ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരുന്നു. എന്തിനും എപ്പോഴും കൂടി നിന്ന് പ്രവർത്തിക്കുവാനും കൊച്ചുമക്കളെ ചേർത്ത് പിടിക്കുവാനും ഉള്ള നല്ല മനസ്സ് ദൈവം നൽകിയിട്ടുണ്ട്. ഇനിയും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ചർച്ച കമ്മിറ്റിയിലൊക്കെ വിളിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ വയസ്സായി നിങ്ങളെ മാറ്റണമെങ്കിലും ഞങ്ങളെ തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, കൊച്ചുമക്കളെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് വിട്ടുകളയാൻ കഴിയുകയില്ല. അദ്ദേഹത്തെ ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യവും ആയുസ് നൽകി സഭയ്ക്ക് വേണ്ടി അധ്വാനിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊള്ളുന്നു. ശ്രീ സനീഷ് രാജ് സഭയുടെ മൈക്ക് ഓപ്പറേറ്ററായി പ്രവർത്തിച്ചു വരുന്നു. നമുക്ക് തോന്നുന്നു ഇവർക്കൊക്കെ നമ്മൾ ഇതിനാണ് ഇങ്ങനെ അനുമോദനം കൊടുക്കുന്നത്. അവരുടെ സ്വമേധ ശുശ്രൂഷകരാണ്. സഭയുടെ ആരാധനകൾ 8 മണിക്ക് ആരാധന, 7 മണിക്കെങ്കിലും സഭയിലെത്തി ഇതെല്ലാം ക്രമീകരിച്ച് നൽകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആരാധനകളിൽ കൃത്യമായി പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു കല്യാണം വന്നാൽ പോലും അവർക്ക് എന്ത് ജോലി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇവിടെ എത്താൻ. അതിനേക്കാൾ ഉപരിയായിട്ട് എത്ര തന്നെ നമ്മൾ ഭംഗിയാക്കി വെച്ചാലും ഒരിക്കലും ഇതിൻ്റെ കുറ്റം അതൊരിക്കലും തീരാറില്ല. എന്ന് പറഞ്ഞാലും നമ്മൾ പറയും അവിടെ കേട്ടില്ല, ഇവിടെ കേട്ടില്ല, അതുകൊണ്ടില്ല, എൻ്റെ മൈക്ക് മാറ്റിയിട്ട് ഞാൻ 100,000 പരാതികൾ കേട്ട് എങ്കിലും 1 രൂപ പോലും പൈസ വാങ്ങാതെ സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന സനീഷിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും CYFിൻ്റെ മുൻ സെക്രട്ടറിയായി സഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോയറായിരുന്നു. ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഇനിയും ധാരാളം നന്മകൾ ദൈവം നൽകട്ടെ. സഭയിൽ കൂടുതലായി സ്ഥാനങ്ങൾ വഹിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ശ്രീ വിജയൻ ഡീക്കൻ സഭയുടെ സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ എന്ത് കാര്യങ്ങളും ബോഡി നടന്ന് ചെയ്യുവാനും പ്രത്യേകിച്ച് ഒരു സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവർ 2 രൂപ തന്നെ നാഗോവിൻ്റെ തിരുവനന്തപുരത്ത് എവിടെ വേണമെന്ന് പോയി ഒരു 10 കമ്പനികൾ നോക്കി വളരെ സെലക്ട് ചെയ്ത് വളരെ അതിനൊന്നും അവർ സ്വന്തം കാശ് ചിലവാക്കുന്നതിന് ഒരു മടിയില്ല. ഇപ്പോൾ തന്നെ 25,000 രൂപ ഒരു കടം വെച്ചാണ് 2 ബോക്സ് വാങ്ങിയത്. ഇതിൽ തന്നെ കുറേ കൂട്ടുകാരെയൊക്കെ കണ്ട് നിങ്ങൾ മാസം 500 തരണം, 200 തരണം, 1000 തരണം എന്നൊക്കെ വളരെ സ്നേഹത്തോടെ നിർബന്ധിച്ചു. പിന്നെ ആരുടെയൊക്കെ കാർഡൊക്കെ വാങ്ങി, ക്രെഡിറ്റ് കാർഡ് വാങ്ങി അവരൊക്കെ കൊടുത്തു. വീട്ടിൽ 2 ബോക്സ് വാങ്ങാനൊക്കെ താല്പര്യപ്പെട്ടു. ഇന്നലെ അച്ഛനോടൊപ്പം പോയി ഗോറിന് വേണ്ടി ഒരു നമ്മുടെ ക്യൂബ് വാങ്ങിയിട്ടുന്നു. ഇന്ന് കാര്യത്തിന് സഭയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ പ്രവർത്തിക്കും. സ്വന്തമായിട്ട് 2 പേരും മൈക്കോട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് ഒരു ക്യാബ് വാങ്ങിയെന്നോ ഒരു പേപ്പർ വാങ്ങിയെന്നൊന്നും ഒരു കണക്കിൽ വാങ്ങിക്കാറില്ല. എന്ത് ചെയ്താലും അവർ സ്വന്തമായിട്ട് വലിയ വലിയ എമൗണ്ടുകൾ മാത്രമാണ് ഇങ്ങനെ സഭയുടെ
ആത്മാർത്ഥമായ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു. മുൻ CM സെക്രട്ടറിയാണ്, ഇപ്പോൾ സഭയുടെ ഡീക്കനാണ്. ഇനിയും ഉന്നതങ്ങളിലെത്തി സഭയ്ക്ക് നല്ല നേതൃത്വം നൽകുവാൻ സർവശക്ത ദൈവം സഹായിക്കട്ടെ എന്ന് സഭയുടെ പേരിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കാരക്കോണം സഭാ ശുശ്രൂഷകളായിരിക്കുന്ന സേവ ബഹുമാനമുള്ള AT ഷിബു അച്ഛൻ നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്നു. അച്ഛനും വളരെ തിരക്ക് പിടിച്ച ഒരു അച്ഛനാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കാരക്കോണം സഭയിൽ 5 വർഷം സുദീർഘമായ സേവനം അനുഷ്ഠിച്ചു. വളരെ വർഷങ്ങൾ കൊണ്ട് തന്നെ ഒരു ദേവാലയം പണിത് പൂർത്തിയാക്കാൻ കഴിയില്ലാതെ നിലവിളിച്ച സമയത്താണ് നമ്മുടെ ഷിബു അച്ഛൻ ചാർജ് ഏറ്റെടുക്കുന്നത്. മഹായിടവയുടെ തന്നെ ഉത്തരവാദിത്വങ്ങളും ചുമതലയിലേക്ക് പ്രവർത്തിക്കുന്നു. നാളെ മഹായിടവ പ്രസിഡന്റ് ചുമതല വഹിക്കുന്നു. സഭയിൽ വളരെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സഭകളുടെ കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട് അച്ഛൻ ഓടി നടന്ന പ്രവർത്തി, സഭയുടെ ഐക്യവുമായി ബന്ധപ്പെട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ എല്ലാ തിരക്കടിയിലും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള AT ഷിബു അച്ഛന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ 32ാമത് സഭാദിന ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ ഈ പ്രത്യേക അനുമോദനത്തിന് അർഹരായവർ ആർക്കെങ്കിലും ഒരാൾ നിങ്ങളുടെ സംഘടനാ ശുശ്രൂഷകളോടായപ്പോൾ വളരെ പരിമിതമായ വാക്കുകൾ മറുപടിയായി പറയാം. വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ആരാധനയിൽ കടന്നിരിക്കുന്ന ശ്രീമതി അമൃത മേഡം അവരെ, ആരാധന പങ്കെടുത്തിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് സഭയിലൂടെ ലഭിച്ച ഈ അനുമോദനത്തിന് ഞാൻ ഒട്ടും അർഹതയില്ല. സഭാ കമ്മിറ്റിയുടെയും സഭാ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛൻ്റെയും സഭാജനങ്ങളുടെയും എല്ലാവരുടെയും ഒത്താശയും പങ്കാളിത്തവുമാണ് സാധാരണക്കാരും സാധാരണക്കാരിയായ എനിക്ക് ഇന്ന് ഈ അനുമോദനത്തിന് അർഹയാകുവാനും 2 വാക്ക് നിങ്ങളോട് മറുപടി പറയുവാനും ദൈവം എനിക്ക് നൽകിയ അവസരമാണ്. ഇതുവരെ നാളുകളിൽ എല്ലാ പ്രതികൂല പ്രതിസന്ധികളിലും തളർന്നു പോകാതെ ഭയപ്പെടാതെ ധൈര്യത്തോടെ എന്നെ പിടിച്ചു നിർത്തിയ എൻ്റെ ദൈവത്തിന് എൻ്റെ സകലമാർന്ന സ്തുതിസ്തോത്രയാങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അതിന് സഹായമായിരുന്ന സഭയിലെ എല്ലാ അംഗങ്ങളോടും സഭാ കമ്മിറ്റി അംഗങ്ങളോടും അച്ഛനോടും കൊച്ചമ്മ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ അഭിനന്ദനം നൽകിയ സഭാ കമ്മിറ്റി സഭാ സെക്രട്ടറിയുള്ള പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചുകൊള്ളും. ദൈവം എൻ്റെ സമൃദ്ധി അനുഗ്രഹിക്കുവാനാകട്ടെ. അനുമോദനാർത്ഥരായ എല്ലാവർക്കും അവരവരുടെ സീറ്റിലേക്ക് പോയിരിക്കാവുന്നതാണ്. ഇപ്പോൾ സഭയ്ക്ക് ആശംസ